Hi all, welcome to Lecture School Plus. This is Miroshna, your economics faculty. നമ്മൾ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്ന അരിത്തമെറ്റിക് മീൻ അതിൻ്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്, അനാലിസിസിന് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ, ഇതിന് നമ്മൾ ആവറേജ് എന്നും പറയും. അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ്. നമ്മൾ എന്തിനാ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ഡാറ്റ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അതിനുശേഷം അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഡിറൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കംപ്ലീറ്റ് ഹ്യൂജ് ഡാറ്റ ഒരു സിംഗിൾ റെപ്രസെൻറ്റേറ്റീവ് നമ്പറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതിനു വേണ്ടിയാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ആവറേജസ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീന്, മീഡിയൻ, മോഡ്, ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ആവറേജസ്. ഇതിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് മീനിനെ പറ്റിയാണ്. അരിത്തമെറ്റിക് മീനാണ് ഏറ്റവും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീന് സിംപ്ലി നമ്മൾ എങ്ങനെയാണോ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാൽക്കുലേഷനാണ് അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത്. അരിത്തമെറ്റിക് മീനിൻ്റെ കാൽക്കുലേഷനിൽ നമ്മൾ അരിത്തമെറ്റിക് മീനെ എക്സ് ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ബാർ എന്ന് ഡിനോട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാൽക്കുലേഷൻ സിഗ്മ എക്സ് ബൈ എൻ. അപ്പോൾ ഈ സിഗ്മ എന്താണ്, എക്സ് എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞാൽ സം എന്നാണ് അർത്ഥം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒബ്സർവേഷൻസ്. ഇപ്പോൾ 4 നമ്പറിൻ്റെയാണ് നമ്മൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ 4 നമ്പേഴ്സ് നമ്മുടെ എക്സ് ആണ്. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ. ഈ 4 നമ്പറിൻ്റെ ടോട്ടലിൽ നമ്മൾ സിഗ്മ എക്സ് എന്ന് പറയും. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്മുടെ കയ്യിൽ 4 ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അപ്പോൾ 4 എന്നുള്ളതാണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷനാണ് അരിത്തമെറ്റിക് മീനിൽ വരുന്നത്. ഇനി അരിത്തമെറ്റിക് മീൻ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയ്ക്ക് ഡിഫറെൻറ്റ് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അൺഗ്രൂപ്ഡ് ഡാറ്റ ഉണ്ടാവും, നമുക്ക് ഗ്രൂപ്ഡ് ഡാറ്റ ഉണ്ടാവും. ഇത് രണ്ടിനും കാൽക്കുലേഷൻ ഡിഫറെൻ്റ് ആണ്. നമുക്ക് ആദ്യം അൺഗ്രൂപ്ഡ് ഡാറ്റ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അൺഗ്രൂപ്ഡ് ഡാറ്റയിൽ തന്നെ 3 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് മീൻ അൺഗ്രൂപ്ഡ് ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാം, ഗ്രൂപ്ഡ് ഡാറ്റയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അൺഗ്രൂപ്ഡ് ഡാറ്റയിൽ തന്നെ നമ്മൾ 3 മെത്തേഡ്സ്, എല്ലാ സമയത്തും നമ്മൾ 3 മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന 3 മെത്തേഡ്സിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിലെ ഡാറ്റ നമ്മൾ ഫ്രീക്വൻസി ആക്കി കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ്ലി ഡാറ്റ തന്നെ യൂസ് ചെയ്യുമ്പോൾ അതിന് അൺഗ്രൂപ്ഡ് ഡാറ്റ എന്ന് പറയും. അപ്പോൾ ഈ അൺഗ്രൂപ്ഡ് ഡാറ്റയുടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, വിത്തൗട്ട് ഫ്രീക്വൻസി വരുന്ന ഡാറ്റയുടെ. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ് യൂസ് ചെയ്യും. ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സെയിം ഇക്വേഷനാണ് സിഗ്മ എക്സ് ബൈ എൻ. ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ നേരത്തെ നോർമലി നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഡയറക്റ്റ് മെത്തേഡിൽ അൺഗ്രൂപ്ഡ് ഡാറ്റയുടെ മീനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യും, ഓൾ ഒബ്സർവേഷൻ്റെ സം എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, അതിന് ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യും. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് 3, 6, 7 and 4. ഈ രീതിയിലാണ് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ഇതിലെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മളോട് എന്താ പറഞ്ഞാൽ, എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ബാർ ആണ് മീന്, ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ അല്ലേ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിൻ്റെയും ആഡ് ചെയ്യണം. അപ്പോൾ 3 + 6 + 7 + 4 ഇതാണ് സിഗ്മ എക്സ്. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. നമ്മുടെ കയ്യിൽ 4 നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ 4 ആണ് നമ്മുടെ എൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്തപ്പോൾ 20 കിട്ടും. 20 / 4 ദാറ്റ് ഈക്വൽ ടു 5. നമ്മൾ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ അൺഗ്രൂപ്പ് ഡാറ്റയുടെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ മെത്തേഡാണ്. നമ്മളിപ്പോൾ ചെയ്ത മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഇതിൽ ചില സമയത്ത് നമ്മുടെ എക്സ് അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് തന്നിരിക്കുന്നത് ഹ്യൂജ് നമ്പർ ആയിരിക്കും. അങ്ങനെ ഹ്യൂജ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഈ എക്സിനെ നമ്മൾ ഡി എന്നുള്ള ഒരു ഡാറ്റയാക്കി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ എക്സിനെ നമ്മൾ ഡി ആക്കി മാറ്റി സെയിം ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അസ്യൂംഡ് മീൻ മെത്തേഡാണ്. ഇപ്പോൾ ഡി ആക്കാൻ വേണ്ടി നമ്മളൊരു എ എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ, ഈ എ എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മൾ തന്ന ഒബ്സർവേഷനിൽ ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ എ ആയിട്ട് അസ്യൂം ചെയ്യാം, എന്നിട്ട് അതിൽ നിന്ന് ഡി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞുതരാം. ഇവിടെ ഇക്വേഷൻ നമുക്ക് സിഗ്മ എക്സ് ബൈ എന്നിന് പകരം സിഗ്മ ഡി ബൈ എൻ ആയി മാറും. എക്സിനെ നമ്മൾ ഡി ആക്കി മാറ്റിയില്ലേ, സിഗ്മ ഡി ബൈ എൻ ആണ്. ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എ യൂസ് ചെയ്തിട്ടുണ്ട്. A - 8 ആണ് നമ്മൾ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് എ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ആയി മാറും. എ എന്ന് പറയുന്ന അസ്യൂംഡ് മീൻ ആണ്, നമ്മൾ എടുക്കുന്ന ഒരു നമ്പറാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എക്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് ആണ്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൽ നിന്ന് നമ്മൾ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു. എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഡി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എക്സ് - എ ആണ് ഡി.
ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഈ എ എന്ന് പറഞ്ഞ മൈനസ് ചെയ്തു. അതാണ് ലാസ്റ്റ് നമ്മൾ എ ആഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഇങ്ങനെയാണ് അസ്യൂംഡ് മീൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻകം ഓഫ് 10 വർക്കേഴ്സ് ഇൻ എ ഫാക്ടറി. ഒരു ഫാക്ടറിയിലെ 10 വർക്കേഴ്സിന് ഇൻകം തന്നിട്ടുണ്ട്. നമ്മളോട് മീൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ 10 വർക്കേഴ്സിൻ്റെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മീൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് എക്സ് ആണ് അല്ലേ, ഇതൊക്കെയാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എക്സ് തന്നിട്ടുണ്ട്. എക്സിനെ നമ്മൾ എന്താക്കി മാറ്റണം, ഡി ആക്കി മാറ്റണം. ഡി ആക്കി മാറ്റാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, എക്സ് മൈനസ് എ. ഇതിൽ നമുക്ക് എ എന്ന് പറയുന്ന ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 250 എ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് എൻ്റെ ഇഷ്ടം മാത്രമാണ്, നമുക്ക് ഏത് നമ്പർ എടുക്കാം. പക്ഷെ മിഡിലിൽ ഒരു നമ്പർ എടുക്കുവാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മിഡിലിൽ ഒരു നമ്പർ എടുക്കാം. ഏകദേശം മിഡിൽ എന്ന് പറഞ്ഞാൽ ആ ഓർഡറിൽ മിഡിലല്ല പറയുന്ന നമ്പേഴ്സിൻ്റെ ഹയസ്റ്റ് ലോവസ്റ്റ് എടുക്കുമ്പോൾ ഏകദേശം മിഡിൽ വരുന്ന നമ്പറാണ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് മൈനസ് 250 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് എത്രയാണ്, 120. 120 മൈനസ് 250 ഈക്വൽ ടു മൈനസ് 130. ഇനി 150 മൈനസ് 250 ഈക്വൽ ടു മൈനസ് 100. 180 മൈനസ് 250 ഈക്വൽ ടു മൈനസ് 70. അങ്ങനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം എല്ലാത്തിനും ഡി കണ്ടുപിടിച്ചു. നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കുന്നത്, എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ ആണ്. അപ്പോൾ സിഗ്മ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡി എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മൈനസ് 100 ആയിരിക്കും. ഇനി ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ മതി, ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ബൈ എൻ അല്ലേ. എ എത്രയാണ് നമ്മൾ എടുത്തത്, 250. സിഗ്മ ഡി നമുക്ക് എത്ര കിട്ടി, മൈനസ് 100. എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ 10 ആയിരുന്നു അല്ലേ. അപ്പോൾ 250 ക്യാൻസലായി, മൈനസ് 10 ദാറ്റ് ഈക്വൽ ടു 240. ഇതാണ് നമ്മുടെ എക്സ് ബാർ കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഡി എ ഒന്നും കൂടി ഷോർട്ടാക്കി നമ്മൾ ഡി ഡാഷ് ആക്കി മാറ്റുന്നു. ഇപ്പോൾ ഡി ഡാഷ് ആക്കി മാറ്റാൻ വേണ്ടി ഡി എ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എല്ലാ ഡിയെയും ഒരേ സെയിം നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി, നേരത്തെ നമ്മൾ അസ്യൂംഡ് മീനിൽ ചെയ്ത സെയിം സംഭവം വരും. എ ഉണ്ട് അവിടെ, ബിക്കോസ് നമ്മൾ ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം. എ പ്ലസ് സിഗ്മ ഡി ബൈ എന്നിന്ന് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ആയി. ഇപ്പോൾ ഡി ഡാഷ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സി വെച്ച് ഡിവൈഡ് ചെയ്തായിരുന്നു. ആ സി വെച്ച് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഡിവൈഡ് ബൈ സി, ദാറ്റ് മീൻസ് ഡി ബൈ സി ആയിരിക്കും. സി ഒരു കോമൺ ഫാക്ടറാണ്, നമ്മൾ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ ചെയ്ത് നോക്കാം. സെയിം 10 നമ്പേഴ്സ് തന്നിട്ടുണ്ട്, 10 ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഡി വരെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഇതുവരെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നമുക്ക് ഈ ഡി ഡാഷിൻ്റെ ആവശ്യമുള്ളൂ, ഡിയുടെ ആവശ്യമില്ല. അപ്പോൾ സിഗ്മ ഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എ ഡിവൈഡ് ബൈ സി ആണ്. അപ്പോൾ സി ആയിട്ട് ഞാൻ 10 എടുത്തിരിക്കുകയാണ്, ബിക്കോസ് എല്ലാ നമ്പറിലും 0 ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും 10 വെച്ചിട്ട്, സിംപ്ലിഫൈ ചെയ്യാനും പറ്റും. നമ്മൾ ഈ ഡി എന്നുള്ള നമ്പറിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനാണ് ഡി ഡാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ -13 -10 -7 ഈ രീതിയിൽ നമുക്ക് കിട്ടി. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ ആഡ് ചെയ്താൽ നമുക്ക് -10 കിട്ടി. ഇനി നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് സിഗ്മ ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. എ എത്ര നമ്മൾ നേരത്തെ എടുത്തത് 250 പ്ലസ് സിഗ്മ ഡി ഡാഷ് എത്ര -10 ഡിവൈഡഡ് ബൈ എൻ 10 ഇൻറ്റു എത്ര വരുന്നുണ്ട് 10 അല്ലേ. 10 അല്ലേ നമ്മൾ സി എടുത്തത്. അപ്പോൾ 250 പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് 10 10 ക്യാൻസലായി, പിന്നെ -10 ഉള്ളൂ. അപ്പോൾ 240. ഈ രീതിയിൽ 3 രീതിയിൽ നമ്മൾ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീൻ എങ്ങനെ കാൽക്കുലേറ്റ്, അരിത്തമെറ്റിക് മീൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പഠിച്ചു. ഡയറക്റ്റ് മെത്തേഡ്, അസ്യൂംഡ് മീൻ മെത്തേഡ്, അതേപോലെ തന്നെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡിൽ ഡാറ്റ വലിയ വാല്യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അസ്യൂംഡ് മീൻ മെത്തേഡ് എടുക്കും. അസ്യൂംഡ് മീൻ മെത്തേഡിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ 3 രീതിയിൽ അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അൺഗ്രൂപ്പ്ഡ് ഡാറ്റ. ഇതുപോലെ നമ്മൾ ഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ എടുക്കും. ഗ്രൂപ്പ് ഡാറ്റയിൽ നമുക്ക് ഫ്രീക്വൻസി ഉണ്ടാകും, അതിനനുസരിച്ച് ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അരിത്തമെറ്റിക് മീൻ എന്താണെന്ന് നമ്മൾ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. എങ്ങനെയാണ് ഈ 3 മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.